നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പുതുവത്സര ദിനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച 41 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ചെറായി ബീച്ചിൽ പുതുവത്സരാഘോഷത്തിനിടെ വെടിക്കെട്ടിന്റെ തീ തെറിച്ച് റിസോർട്ട് റെസ്റ്റോറന്റിന്റെ മേൽക്കൂര കത്തി നശിച്ചു. കുതിരാനിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിനും മരണത്തിനും പ്രധാന കാരണം ദേശീയപാത അധികൃതരുടെ അനാസ്ഥയെന്ന ആക്ഷേപം. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ കുതിരാൻ മേഖലയിൽ മാത്രമാണ് വാഹനങ്ങൾ ഒരു വരിയിലൂടെ കടത്തിവിടുന്നത്. KC വർഗീസ് കണ്ണമ്പുഴയുടെ പുതിയ രാഷ്ട്രീയ ചരിത്ര നോവൽ വന്ദേമാതരം പ്രകാശനം ചെയ്തു. മാതൃഭൂമി ടെലിവിഷൻ റിട്ടയർഡ് പ്രോഗ്രാം ഹെഡ് MP സുരേന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പുതുവത്സര ദിനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച 41 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പുതുവത്സരത്തിനോടനുബന്ധിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും മറ്റുമായി 41 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇൻസ്പെക്ടർ ബൈജു ER, SI ഹരോൾ ജോർജ്, കശ്യപൻ എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം പോലീസ് ഉദ്യോഗസ്ഥർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുതുവത്സരത്തിനോടനുബന്ധിച്ചുള്ള ക്രമസമാധാന ഡ്യൂട്ടിക്കായി ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ടൗൺ, മുസ്ലിസ് പാർക്ക്, അഴീക്കോട്, മുനക്കൽ ബീച്ച് എന്നിവിടങ്ങളിലും മറ്റ് പുതുവത്സരാഘോഷം നടന്ന സ്ഥലങ്ങളിലും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നു. ചെറായി ബീച്ച് പുതുവത്സരാഘോഷത്തിനിടെ 12 മണിക്ക് വെടിക്കെട്ടിന്റെ തീ തെറിച്ച് റിസോർട്ടിന്റെ റെസ്റ്റോറന്റിന്റെ മേൽക്കൂര കത്തി നശിച്ചു. ചെറായി ബീച്ചിന് സമീപം പ്രവർത്തിക്കുന്ന മാളിയക്കൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിന്റെ മേൽക്കൂരയാണ് കത്തി നശിച്ചത്. പറവൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. റെസ്റ്റോറന്റിന്റെ മേൽക്കൂര വൈക്കോൽ കൊണ്ടാണ് നിർമ്മിച്ചത്. ഇത് ഭാഗികമായി കത്തി നശിച്ചു. കുതിരാനിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിനും മരണത്തിനും പ്രധാന കാരണം ദേശീയപാത അധികൃതരുടെ അനാസ്ഥയെന്ന ആക്ഷേപം. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ കുതിരാൻ മേഖലയിൽ മാത്രമാണ് റോഡിന്റെ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ ഒരു വരിയിലൂടെ കടത്തിവിടുന്നത്. 6 മാസം മുമ്പ് മേൽപ്പാതയിൽ വിള്ളൽ വീണതിനെ തുടർന്നാണ് ഇവിടെ റോഡ് അടച്ചുകെട്ടിയത്. കൃത്യസമയത്ത് പണി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് തുറന്നു കൊടുക്കാനാകാത്ത നിലയിലാണ് റോഡ്. ഗതാഗത നിയന്ത്രണം നടത്തിയ റോഡിന് നടുവിൽ പ്ലാസ്റ്റിക് ബാരിക്കേഡും കയറും കെട്ടിയാണ് വേർതിരിച്ചിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ 200 മീറ്ററിന് ഇരുപുറത്തും വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററാണ്. ഈ വേഗത്തിൽ ഇരുഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഒറ്റവരിയിലേക്ക് കടക്കുമ്പോൾ വലിയ അപകട സാധ്യതയാണ് ഉള്ളത്. ബാരിക്കേഡ് ഉപയോഗിച്ച് റോഡ് വേർതിരിച്ചിരുന്നെങ്കിൽ ഇത്തരം അപകടം ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. KC വർഗീസ് കണ്ണമ്പുഴയുടെ പുതിയ രാഷ്ട്രീയ ചരിത്ര നോവൽ വന്ദേമാതരം പ്രകാശനം ചെയ്തു. മാള പൗരാവലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൺ ഉദ്ഘാടനം ചെയ്തു. വായിക്കുമ്പോഴും അതിലെല്ലാം ലാസർമാഷി ചെയ്ത ഒട്ടേറെ കാര്യങ്ങളെ കുറിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ വഞ്ചിക്കാരനെ കുറിച്ച് നേരത്തെ രാജുദേവ് സാർ പറഞ്ഞ പോലെ തന്നെ വഞ്ചിക്കാരൻ ഉൾപ്പെടെയുള്ള ഒരാളെ പോലും വിട്ടുകളയാതെ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കപ്പ മോഷ്ടിച്ച ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാസർമാഷ് തുനിഞ്ഞിറങ്ങിയ കഥ. അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് ഇപ്പോൾ ഒരു 41-ലെ ക്രിസ്തുമസ് ദിവസങ്ങളൊക്കെ തന്നെ അതിന്റെ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1940 തുടങ്ങി ഇങ്ങോട്ട് 41 തുടങ്ങി ഇങ്ങോട്ടൊക്കെ ഉള്ള കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടുത്തിക്കൊണ്ടും ആ കാലഘട്ടത്തിലുള്ള ജീവിത പശ്ചാത്തലങ്ങൾ കൂടുതലും ആ മനുഷ്യര് എല്ലാവരും അനുഭവിച്ച ആ ഒരു എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥകളെ കുറിച്ചൊക്കെ തന്നെ ശരിക്കും പച്ചയായിട്ട് എടുത്തു കാണിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ്. മാതൃഭൂമി ടെലിവിഷൻ റിട്ടയർഡ് പ്രോഗ്രാം ഹെഡ് MP സുരേന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ബാലഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങി. മാള പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷനായി. സെക്രട്ടറി ഷാൻഡി ജോസഫ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള കൊറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറേമാൻ, SNDP മാള യൂണിയൻ പ്രസിഡന്റ് PK സാബു, KO ദേവസി, AV തോമസ്, ഡേവിസ് പാറേക്കാട്, EC ഫ്രാൻസിസ്, ക്ലിഫി കളപ്പറമ്പത്ത്, ജോളി വടക്കൻ, ശ്രീധരൻ കടലായിൽ എന്നിവർ സംസാരിച്ചു. ആളൂർ ശ്രീനാരായണ വിലാസം ഹൈസ്കൂളിലെ 1985 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മാതൃവിദ്യാലയത്തിലേക്ക് ഫിറ്റ്നസ് സെന്റർ സജ്ജീകരിച്ചു.
ഇതിന്റെ ഉദ്ഘാടനവും സമാദരണവും നടത്തി. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ അധ്യക്ഷനായി. ജനറൽ കൺവീനർ KT ഷാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജു, വാർഡ് മെമ്പർ ജിഷ ബാബു, PTA പ്രസിഡന്റ് ശ്രീജിത്ത് കൃഷ്ണൻകുട്ടി, സ്കൂൾ ഹെഡ് മിസ്റ്റർ TS സരിത, VHSE പ്രിൻസിപ്പൽ ES സുമ, കായികാധ്യാപകൻ KR സബീഷ്, ISB ഫുട്ബോൾ അക്കാദമി അംഗം അജിത് ടോമി എന്നിവർ സംസാരിച്ചു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിൻസ് ഫോട്ടോക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിബിൻ മച്ചിങ്ങൽ സഹകാർമ്മികനായി. ഫാദർ വിജിൽ പെങ്ങിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7 മണിക്ക് ആകാശത്ത് വർണ്ണവിസ്മയം എന്നിവ ഉണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പുതുവത്സര ദിനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച 41 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ചെറായി ബീച്ചിൽ പുതുവത്സരാഘോഷത്തിനിടെ വെടിക്കെട്ടിന്റെ തീ തെറിച്ച് റിസോർട്ട് റെസ്റ്റോറന്റിന്റെ മേൽക്കൂര കത്തി നശിച്ചു. കുതിരാനിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിനും മരണത്തിനും പ്രധാന കാരണം ദേശീയപാത അധികൃതരുടെ അനാസ്ഥയെന്ന ആക്ഷേപം. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ കുതിരാൻ മേഖലയിൽ മാത്രമാണ് വാഹനങ്ങൾ ഒരു വരിയിലൂടെ കടത്തിവിടുന്നത്. KC വർഗീസ് കണ്ണമ്പുഴയുടെ പുതിയ രാഷ്ട്രീയ ചരിത്ര നോവൽ വന്ദേമാതരം പ്രകാശനം ചെയ്തു. മാതൃഭൂമി ടെലിവിഷൻ റിട്ടയർഡ് പ്രോഗ്രാം ഹെഡ് MP സുരേന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.